നേതൃത്വത്തിന് നൽകിയതായിട്ടാണ് പറയുന്നത്. എന്താണ്? അല്ല, അങ്ങനെ ഒരു കത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഒഫീഷ്യലി ഒരു അറിയിപ്പും ഇല്ല, നമുക്കറിയില്ല. ഇപ്പം നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. എന്തായാലും അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ ആ കത്ത് കൊടുത്തയാളോ വാങ്ങിയയാളോ പറയാതെ മാധ്യമങ്ങളിൽ വാർത്തയാകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സംഘടനാപരമായ ഒരു നടപടിക്രമം പാലിക്കാതെയുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതും പരിശോധിക്കപ്പെടണം. കത്ത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റായ കീഴ്വഴക്കമാണെന്ന്. തീർച്ചയായിട്ടും ഞാൻ ചെയ്തത് കൊണ്ട് എന്താണ് മാനക്കേടുണ്ടായത്? നമ്മൾ വ്യക്തിപരമായി ചെയ്ത ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നാളിതുവരെ പാർട്ടിക്ക് എന്റെ വ്യക്തിപരമായ ഒരു ചെയ്തി കൊണ്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയാണ്. അതിനപ്പുറത്ത് ഞാൻ പറയുന്ന തികച്ചും വ്യക്തിപരവും സ്വതന്ത്രവുമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ദോഷമുണ്ടായി എന്ന് ഞാൻ വിചാരിക്കാത്തിടത്തോളം കാലം അങ്ങനെ തോന്നുന്ന ആളുകൾ അതെന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിനപ്പുറത്ത് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. ഞാൻ കാരണം കൊണ്ട് ആർക്കെങ്കിലും ഒരു മോശം പേര് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കണം. പക്ഷെ അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തയാളും വാങ്ങിയയാളും അല്ലാതെ മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് കൂടി പരിശോധിക്കപ്പെടണം. പിന്നെ ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സംഘടനാ നടപടി നേരിടാനാണെങ്കിൽ ആർക്കൊക്കെ എതിരെ പരാതി കൊടുക്കും, എത്ര കാലം മുമ്പ് വരെയുള്ള മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കും, പരാതി കൊടുക്കും? ആ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊക്കെ ഒരു മുൻകാല പ്രാബല്യം വേണമെന്നുണ്ടോ? തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമോ ഇല്ലെന്ന് ഇല്ലാത്തൊരു പരാതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് അറിവില്ലാത്തൊരു പരാതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു പരാതിയിൽ നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നടപടി എടുക്കുമ്പോൾ അതിന് മുൻകാല പ്രാബല്യം വേണം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെട്ട പ്രവർത്തകരായി പോകും. ഞങ്ങളൊക്കെ കുറെ കാലം മുമ്പ് ശരിയെന്ന് വിചാരിക്കുകയും സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ ആർജവമുള്ള ചെറുപ്പക്കാരായി വളർന്നു വരണമെന്ന് ഞങ്ങളോട് ഉപദേശിച്ച ആളുകൾ അത്തരത്തിലൊരു പരാതിയുടെ പേരിൽ നടപടി എടുക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നടപടി എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം തെറ്റുകാരായി പോകുമല്ലോ, അത് ശരിയല്ല. വിമർശനങ്ങൾ അത് ഈ രീതിയിൽ തന്നെ തുടരുന്ന ആ രീതി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ്? അല്ല, എന്റെ വിമർശനങ്ങൾ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമല്ല. എന്റെ ഫേസ്ബുക്ക് പേജ്, എന്റെ പേജും എന്റെ പ്രൊഫൈലും ഒക്കെ ഒന്ന് തന്നെയാണ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളും എന്റെ പൊളിറ്റിക്കൽ ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യുന്ന അവിടെ തന്നെയാണ്. എനിക്ക് സെപ്പറേറ്റ് ഒരു PR ഏജന്റ് ഒന്നുമില്ല. എന്റെ പേജിൽ എഴുതുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എഴുതിയിട്ടതിന് ശേഷം അത് 10 മിനിറ്റ് കഴിയുമ്പോൾ പിൻവലിക്കേണ്ട രാഷ്ട്രീയ ഗതികേടൊന്നും എനിക്കില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടത് തന്നെയാണ്, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അതിന്റെ പേരിൽ വ്യക്തിപരമായോ സംഘടനാപരമായോ ആർക്കെങ്കിലും സങ്കടകരമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. തിരുത്താനും ക്ഷമ പറയാനും ഏറ്റുപറയാനും മടിയില്ലാത്ത ഒരാളാണ്. പക്ഷെ അതെന്താണെന്ന് കൂടി എനിക്ക് മനസ്സിലാകണം. എന്റെ വിമർശനം വ്യക്തിപരമല്ലെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഞാൻ വിമർശിച്ചു എന്ന് സംസാരിക്കപ്പെടുന്ന ആളുകളെ അനുകൂലിച്ചും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള മേഖലകളിൽ ചോദിക്കുന്നു, പലരോടും സംസാരിക്കുന്നു. ഉത്തരം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് പ്രതികരിക്കുന്നു. ആ ഘട്ടം എന്നുള്ളത് അത് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉത്തരം വേണം. ഇതില് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം എന്ന രീതിയിലൊക്കെയാണ് കാണുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ആ രീതിയിലാണ് കൂടുതൽ ഇതിനെ വായിക്കപ്പെടുന്നത്. എങ്ങനെ എന്ത് തോന്നുന്നു? അല്ല, ഞാൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം ഒന്ന് സാഹചര്യങ്ങളുടെ ഒരു വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ട് തോന്നുന്നതാണ്. പക്ഷെ വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല പറയുന്നത്. ഇതിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഇപ്പൊ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഈ ആക്ഷേപത്തിന് കാരണമായിട്ടുള്ള വിവാദ വ്യക്തികളുടെ പേര് നിർദ്ദേശിച്ചത്, ലിസ്റ്റ് തയ്യാറാക്കിയത്, ശുപാർശ തയ്യാറാക്കിയത്, ഇതൊക്കെ ആരാണെന്ന് ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ അത്തരം ശുപാർശകളും ലിസ്റ്റുകളും പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. അതില്ലാതെ ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചു, എന്തിനാണ്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. വ്യക്തിപരമായി ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ തമ്മിലുള്ള തർക്കമല്ലല്ലോ ഇത്. വ്യക്തിപരമായ ഏതെങ്കിലും അതിർത്തി തർക്കമോ അത്തരത്തിലുള്ള പിണക്കങ്ങളോ ഒന്നുമല്ല. ഇത് ആശയപരമായി നമുക്കുള്ള ചില സന്ദേഹങ്ങളാണ്. അക്കാര്യത്തിൽ ചോദിക്കുമ്പോൾ അത് വ്യക്തിപരമല്ല. ഇതേ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഞാൻ എഴുതിയ പോസ്റ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾ എന്റെ പേജ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോ അനുകൂലവും പ്രതികൂലമായിട്ട് പറയും. പ്രതികൂലമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. KSUവും ഇതുപോലെ സമാനമായ രീതിയിലുള്ളൊരു വിമർശനങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓർഗനൈസ്ഡ് എന്ന രീതിയിലെങ്കിലും ചിലരെങ്കിലും അതിനെ കാണുന്നുണ്ട്. അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതൊരു തെറ്റാണോ അങ്ങനെ കാണുന്നത്? അല്ല, ഇത് ഓർഗനൈസ്ഡ് ആണ് അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ള വിമർശനമാണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. എന്റെ മൊബൈൽ ഫോൺ
എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാനുള്ള നിയമപരമായിട്ടും അല്ലാതെയുള്ള സംവിധാനം കേരളത്തിലുണ്ട്. എനിക്ക് വരുന്ന കോൾസ്, എനിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ പരിശോധിക്കപ്പെടട്ടെ. അങ്ങനെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം മൗത്ത് പീസായിട്ട് പ്രവർത്തിക്കുന്ന ശീലം എനിക്ക് ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യുകയില്ല. ഞാനൊരു KSUക്കാരനായിട്ട് വരുന്ന കാലത്ത് ഞാൻ കണ്ടത് PT തോമസിനെയും VD സതീശനെ പോലുള്ള ആളുകളെയാണ്. അതുപോലെ ഞാൻ വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയത് കാർത്തികേയനെ പോലുള്ള ആളുകളാണ്. അത് ഓരോരുത്തരുടെയും ഓരോ ലൈനിന്റെ ഭാഗമാണ്. മറ്റൊരുപാട് നേതാക്കളുണ്ടെങ്കിലും എന്നെ ആകർഷിച്ച നേതാക്കന്മാരുടെ പേര് G കാർത്തികേയനെന്നും PT തോമസെന്നും VD സതീശനെന്നോ. അവരുടെ ലൈൻ എന്തായിരുന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. ഒരിക്കലും ആസൂത്രിതമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള മൗത്ത് പീസ് അല്ല. സമാനമായ ആരോപണം, ആക്ഷേപം KSUക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർക്കും സമാനമായി സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. പറഞ്ഞ പേരുകളെല്ലാം ഒരു കാലത്ത് കോൺഗ്രസിലെ ഒരു തിരുത്തൽ ശക്തികളോ പരിവർത്തനവാദികളോ ഒക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആയി തീർന്നിട്ടുമുണ്ട്. ജിൻഡോ ആ രീതിയിലേക്ക് അങ്ങനെ കോൺഗ്രസിനകത്തു നിന്നൊരു ശബ്ദം എന്ന രീതിയിലേക്ക് തന്നെയാണോ? അന്നൊന്നും സൈബർ പോരാളികളും സൈബർ ആക്രമകാരികളും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അവർക്ക് അഭിപ്രായം പറയാൻ കുറെ കൂടി സ്പേസ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന അഭിപ്രായത്തിന്റെ ശരിയല്ല, അല്ലെങ്കിൽ അതിലെ സന്ദേഹങ്ങളല്ല പരിശോധിക്കപ്പെടുന്നത്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ, ഞാൻ ഉന്നയിക്കുന്ന ആശങ്കകൾ, ആശയങ്ങൾ, അതാണ് സംസാരിക്കപ്പെടേണ്ടത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ പോലുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്ത നേതാക്കന്മാരവര്. ഒരു തരത്തിലും വൈര്യനിരാധന ബുദ്ധിയോടെ പെരുമാറുന്ന ആളുകളല്ല അവരൊന്നും. അങ്ങനെ ആയിട്ടുമില്ല, ആകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ വിഷയങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്. വിഷയാടിസ്ഥാനമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അല്ലെങ്കിൽ വാളെടുക്കുമ്പോൾ പലപ്പോഴും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകും, എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് പൊതുവിൽ. അങ്ങനെ ഒരു ഭീതി ഉണ്ടോ? എനിക്ക് ഒരു തരത്തിലും പേടിയില്ല. ഒന്ന്, ഞാൻ നേതൃത്വത്തിനെതിരെ അല്ല സംസാരിക്കുന്നത്, പാർട്ടിക്കെതിരെയല്ല സംസാരിക്കുന്നത്, മുന്നണിക്കെതിരെയും അല്ല സംസാരിക്കുന്നത്. ഈ പാർട്ടിയും മുന്നണിയും അധികാരത്തിൽ വരാൻ വേണ്ടി പ്രയത്നിച്ച മനുഷ്യർ, കോൺഗ്രസും UDF ആണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നിന്ന മനുഷ്യർ, അവരൊക്കെ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും ഞങ്ങൾ കോൺഗ്രസ് ആണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞ മനുഷ്യർക്ക് സങ്കട കാരണങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ ഏതെങ്കിലും ഉണ്ടായാൽ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയവും ഇല്ല. നമ്മളൊക്കെ വന്ന വഴികളും കടന്നു വന്ന ഓർമ്മകളും ഭയത്തിന്റെ അല്ല, നമ്മൾ അത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഭയപ്പെടുത്താൻ പറ്റില്ല. ആരുടെയും ചട്ടുകമല്ല എന്ന് തന്നെയാണ്. 100% ഒരാളുടെയും ചട്ടുകമല്ല. അത് എന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ 6 മാസത്തെ പോസ്റ്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വ്യക്തി കേന്ദ്രീകൃതമായ വിമർശനമല്ല, ആശയപരമായിട്ടും സംഘടനാപരമായിട്ടുള്ള സന്ദേഹങ്ങളാണ് ഉന്നയിക്കുന്നത്. ആരുടെയും ചട്ടുകങ്ങളല്ല. അത് AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറെ തൊട്ട് താഴോട്ടുള്ള ആരെയും വിമർശിക്കാൻ പറ്റും. എന്നെയും വിമർശിക്കണം. വിമർശനങ്ങളെ സ്വീകരിക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെങ്കിൽ വിമർശനങ്ങളെ സാഗൂതം കേൾക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അതുകൊണ്ട് എന്നെയും വിമർശിക്കട്ടെ. സൈബർ ആരാധകരും ബുള്ളിങ് നടത്തുന്നവരും അവരെഴുതുന്ന എല്ലാ കമന്റും വായിക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിലെ ശരി തെറ്റുകൾ ഇത് ആരൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനലി ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ആശങ്ക എനിക്ക് മനസ്സിലാകും, അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്നതും മനസ്സിലാകും. നിലപാടുകൾ തുടരും, 100% തുടരും. ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ. ഏതായാലും ജിൻഡോ തന്റെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയായിരുന്നു. ഇതേ രീതിയിൽ തന്നെ പോകും, വിമർശിക്കുന്നത് അത് ആശയപരമാണ്, അത് ആ രീതിയിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ജിൻഡോ ജോണിന്റെ നിലപാട്. ഇത് നേരത്തെ തൊട്ട് തന്നെ, അതായത് ഇത്തരം പരാതികൾ ഉയരുന്നുണ്ടെങ്കിൽ അത് അതിന് മുൻകാല പ്രാബല്യം വേണമെന്ന് കൂടി ജിൻഡോ പറഞ്ഞു വെക്കുന്നു. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.